ഗൈസ് കണ്ടോ, ഒരു കൊട്ട മാങ്ങ ഞാൻ പറിച്ചെടുത്ത്. വേറെ കുറച്ച് കവറിലും കൂടെ ഉണ്ട്. പിന്നെ അങ്ങോട്ട് നോക്കിക്കേ, ഞങ്ങളെ മാങ്ങ പിച്ച മണ്ണിയാണ്. ഇഷ്ടത്തിന് മാങ്ങയുണ്ട്, വിളഞ്ഞതും വിളയാത്തതും എല്ലാം ഉണ്ട്. ഇതിനു വേണ്ടി ഒരു പ്രത്യേകം തോട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ അതെല്ലാം കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ആ തോട്ടി. നമുക്ക് പിച്ചാൻ വേണം. അപ്പം ഞാൻ പിച്ചാൻ പോവാണ്. വിജയം സക്സസ് ആകുന്നു. ഞങ്ങളങ്ങനെ ആദ്യമായിട്ട് ഈ തോട്ടി കൊണ്ട് മാങ്ങ പറിക്കാൻ പോവാം. മാങ്ങ പറിച്ചു ഓരോന്നോരോന്നായിട്ട് പറിച്ച് കിട്ടുന്നതിൻ്റെ ഭയങ്കര സന്തോഷത്തിലാണ്. ഞാനും പഞ്ചശേട്ടനും അല്ലും കൂടാണ് മാങ്ങ പറിക്കുന്നത്. അങ്ങനെ ഈ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കി ഈ തോട്ടിയിൽ ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അങ്ങനെ ഞങ്ങൾ വിളഞ്ഞത് നോക്കി പറിക്കുവാണ്, പഴിപ്പിക്കാൻ വേണ്ടിയാണ്. ഇത് അവിടെ നിർത്തി പഴുത്ത് കിട്ടുവാണെങ്കിൽ പുഴുവായിപ്പോൾ. അങ്ങനെ താഴെ വീഴാതെ ഞങ്ങൾ പറിച്ചെടുക്കുക. താഴെ വീഴുന്ന മാങ്ങ നമുക്ക് പഴിപ്പിക്കാൻ വെക്കാനും പറ്റത്തില്ല, അത് പൊട്ടിപ്പോയാൽ ചീത്തയായി പോകും. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ മാങ്ങ പിച്ചി. അതിൻ്റെ ഇടയ്ക്ക് നല്ല ചൂടുണ്ട്. അതേണ്ടേ ഈ കുപ്പി കിടക്കുന്ന കാണാൻ എന്ത് ഭംഗിയുണ്ട് ഇല്ലേ. നല്ല സേഫായിട്ട് നമുക്ക് കിട്ടും, പൊട്ടാതെ. കുഴഞ്ഞ് ബാക്കിയും കൂടെ പറിച്ചിട്ട് കാണാം. ഓക്കെ ഗൈസ് കണ്ടോ, ഒരു കൊട്ട മാങ്ങ ഞാൻ പറിച്ചെടുത്ത്. വേറെ കുറച്ച് കവറിലും കൂടെ ഉണ്ട്. കുഴഞ്ഞാകെ ഇനി ഇതൊരെണ്ണം പൊട്ടിച്ച് മുളകുമായിട്ട് കഴിക്കാൻ നോക്കുക. നമുക്ക് ഇത്രയും മാങ്ങ കിട്ടിയേ. അതിൻ്റെ അകത്ത് പഴുത്ത മാങ്ങയും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് വേണ്ട നെക്സ്റ്റും ഇതുണ്ടാവും, മുളകും മല്ലിനോ ഉപ്പും ഇതൊക്കെ ഇച്ചിരി കൂട്ടിടാം. എന്നിട്ട് ഈ മാങ്ങയില്ലേ, ഈ മാങ്ങ നമുക്കിങ്ങനെ ഇടിക്കാം. അയ്യോ, എനിക്ക് വലിയ ബലമൊന്നുമില്ല, എന്നാലും നമുക്ക് മുളകും ഉപ്പും ഒക്കെ കൂട്ടി ഒന്ന് അടിച്ചേ. സൂപ്പറാ. മാങ്ങയ്ക്ക് കുറച്ച് മധുരമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ചാനൽ ഇഷ്ടമായ ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.